വീഡിയോ എടുക്കുന്ന സമയം രാത്രി 12:30. കറണ്ട് അങ്ങ് പോയി. ഒരു ബൾബ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. എന്തായാലും നമുക്ക് കാണാം. അനീഷ് ഏട്ടനെ വഴി തടഞ്ഞിട്ടൊക്കെ ഈ അനുമോള് കല്യാണത്തിന് വിളിച്ചോ ഇല്ലേ എന്നുള്ള ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത്. അദ്ദേഹം നൈസായിട്ട് അത് ഡീൽ ചെയ്യുന്നുണ്ട്. കാണാം. അനുമോളും എല്ലാം വിളിച്ചായിരുന്നു അനീഷേട്ടാ. അനീഷേട്ടനെ പോലെ അനുമോളും ഹാപ്പിയായിരുന്നു പറഞ്ഞു. അനീഷേട്ടന് 10 ലക്ഷം രൂപ കിട്ടിയപ്പോ സന്തോഷം, ഒരുപാട് സന്തോഷം. അനീഷേട്ടനെ കല്യാണത്തിന് വിളിച്ചിരുന്നു. അനീഷേട്ടന് 10 ലക്ഷം രൂപ അന്ന് കിട്ടിയപ്പോ അനുമോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എടാ നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണെന്നാ ചോദിക്കാനുള്ളത്. കുറെ എണ്ണം ഇപ്പോഴും ആ ഒരു ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുക. അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞടേ, അത് കഴിഞ്ഞ് ഇവരുടെ റിയൽ ലൈഫിലാണ്. ഇപ്പൊ അദ്ദേഹം എന്താ മൈജിയുടെ എന്തൊക്കെയോ ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനിടയിൽ കയറി ചെന്നിട്ട് അനീഷേട്ട കല്യാണത്തിന് വിളിച്ചായിരുന്നോ ഇല്ലയോ, ഈ ചോദ്യമൊക്കെ ചോദിക്കേണ്ട എന്താ ആവശ്യമുള്ളേ? അതുകൂടാതെ തന്നെ കഴിഞ്ഞ ആഴ്ച എങ്ങാനാണല്ലേ വീണ്ടും ഒരു ഇന്റർവ്യൂ വന്നത്. ആ ഇന്റർവ്യൂ സെയിം സാധനം തന്നെ. ആളുകൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലടേ. നിങ്ങൾ അതും പിടിച്ചിങ്ങനെ പിന്നാലെ നടക്കല്ലേ. അനീഷേട്ടനായി അനീഷേട്ടന്റെ പാടായി. അനുമോള് കല്യാണം കഴിഞ്ഞ് അവരുടെ ലൈഫും നോക്കി അവർ മുന്നോട്ട് പോവുക. പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അഹാന കൃഷ്ണക്കൊന്നും അനുമോൾ അറിയില്ല പോലും. അതുപോലെ തന്നെ രേഷ്മ MP എന്ന ഒരു ഫേസ്ബുക്ക് പേജിലിട്ടൊരു പോസ്റ്റാണ്. ബിഗ് ബോസിൽ ക്ലീവേജ് കക്ഷം കാണിച്ചു എന്ന് പറഞ്ഞ് ജിസേലിനെ ആക്ഷേപിക്കുകയും ആണുങ്ങളെ വീഴ്ത്താൻ നടക്കുന്നവരാണ് ഇവളൊക്കെ എന്ന് പറഞ്ഞ കുലസ്ത്രീ അനുമോളാണ് ഇങ്ങനെ കാണിച്ച് നടക്കുന്നത്. ഇപ്പോൾ എന്തായി? നിങ്ങൾ ആ ഒരു ഫോട്ടോ കണ്ടല്ലോ. അത് കൂടാതെ തന്നെ നിങ്ങൾ ഇന്ന വേറൊരു ഫോട്ടോയും കൂടി കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആ ഒരു മൈലാഞ്ചി കല്യാണോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ, അതെന്താ കാണിക്കാഞ്ഞേ? അതല്ലേ ഒന്നുകൂടി നല്ല ആപ്റ്റ് ആവും ഈ സമയത്ത്. എന്തുപാടേ ഇത് ഈ പറയുന്ന ജിസേലിന്റെ വസ്ത്രവും ഈ അനുമോളുടെ വസ്ത്രവും ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ കഴിയുന്നതെന്ന് എന്റെ പൊന്നു മനുഷ്യന്മാരെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചോദിക്കുക, ബിഗ് ബോസിനകത്ത് അനുമോൾ ഇട്ട് നടന്ന വസ്ത്രം ഇത്ര മാന്യമാണ് അല്ലേ? എന്നാൽ അതേ സമയം ഈ ജിസേൽ ഇട്ട് നടന്ന വസ്ത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് മാന്യമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, അതൊന്നും എനിക്കറിയില്ല. എന്നാലും ഒന്ന് പറഞ്ഞേക്കാം, അവിടെ പറയേണ്ടത് പറഞ്ഞു. പണ്ട് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഒരു കണ്ടസ്റ്റന്റ് അവിടെ പുറത്ത് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ സമയത്ത് ആ വസ്ത്രം കുറച്ച് ഓവർ അല്ലേ എന്നുള്ളത്. സ്യൂട്ട് പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് നടന്നപ്പോ അന്ന് ജിൻഡോക്ക് സപ്പോർട്ട് കിട്ടാൻ കാരണം ജിൻഡോ അത് തുറന്നു പറഞ്ഞത് കൊണ്ടാണ്. അനുമോൾക്ക് അവിടെ സപ്പോർട്ട് കിട്ടാൻ കാരണവും അനുമോൾ അത് തുറന്നു പറഞ്ഞത് കൊണ്ടാണെന്നുള്ള ബോധ്യം ഇവിടെയുള്ള ആളുകൾക്ക് വേണമെന്നുള്ളതാണ്. ജിസേലുന്റെ വസ്ത്രധാരണവും അനുമോളുടെ വസ്ത്രധാരണവും കൂട്ടിക്കുഴക്കലടേ, അത്രേ പറയുന്നുള്ളൂ. എന്തായാലും രേഷ്മ കുറെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇനി കാണിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ദിയ കൃഷ്ണ ഷോട്ട് എന്ന ഒരു യൂട്യൂബ് ചാനല്. ഈ യൂട്യൂബ് ചാനലില് അനുമോള് അവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത എല്ലാ വീഡിയോസും ഒരു എഡിറ്റ് പോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും അതേപടി പകർത്തി വെച്ചിരിക്കുന്ന ഒരു ചാനല്. ആ ചാനലിൽ ദിയ കൃഷ്ണാസ് ഷോട്ട് മാത്രമല്ല, ദിയ കൃഷ്ണയുടെ ഫാമിലീസ് ഇടുന്ന അവരുടെ ചാനലിലെ ഫുൾ വീഡിയോസ് അതേപോലെ ഒരു മാറ്റവും ഇല്ലാതെ കൊണ്ടുവന്നിടുന്നു. അതേപോലെ തന്നെ ഓരോ ചാനൽസിലെയും വീഡിയോസ് ഒരു മാറ്റവും ഇല്ലാതെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ആ ചാനലിൽ നിന്നും ഒരു ഉറപ്പുണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. കാരണം ഇതിനോടകം തന്നെ അതിന്റെ വേണ്ടപ്പെട്ട ഓണേഴ്സും ഒക്കെ അത് കാണുന്നത് വരെ ദയവേത് എല്ലാവരും ഷെയറും കൂടി ചെയ്യണം കേട്ടോ. ദിയ കൃഷ്ണയെ അറിയിക്കാൻ കഴിയുമെങ്കിൽ അന്ന് അറിയിച്ചു കൊടുക്കുക. കാരണം അവരുടെ ഫാമിലി വ്ളോഗിലുള്ള വീഡിയോസ് മുഴുവൻ അതേപോലെ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇനി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അനുമോളുടെ ഒരു വീഡിയോ ഒരു ദിവസം മുമ്പിട്ട് 1.1 ലക്ഷം 27,000 3200 222K. എന്റെ പൊന്നുമക്കളെ, പറയാന്നുണ്ടെങ്കിൽ അനുമോളേക്കാൾ കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ പുറത്തു വിട്ടിട്ടുള്ളത്. അനുമോളുടെ എല്ലാ വീഡിയോസും ഇനി കണ്ടോ, ഇതാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള ഓരോ ഇന്റർവ്യൂസും അത് അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെ ഫാമിലിയിലുള്ള അവരുടെ വീഡിയോസ് ഒരു മാറ്റവും ഇല്ലാത്തത് അതേപോലെ കിടക്കുന്നു. ഇനി അടുത്തത് ഇവരുടെ ഷോർട്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കോമഡിയാണ്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ എന്നുള്ളത്. പിന്നെ അത് കൂടാതെ വേറെ സാധനം എന്താണ്, ഹേ ക്യൂട്ടീസ് കൃഷ്ണകുമാർ ആൻഡ് പേളി മാണി ഫാമിലി ഫാൻ പേജ്. കൊള്ളാം, ഫാൻ പേജ് ഒക്കെ ആയിക്കോളൂ. പക്ഷെ മറ്റുള്ള ആളുകളുടെ ആ വീഡിയോ അതേപോലെ ഇവിടെ കൊണ്ടിടുമ്പോൾ ഒരു ഉളുപ്പില്ലെന്ന് ചോദിക്കാനുള്ളത്. ഞങ്ങളൊക്കെ ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ സൈഡിൽ വെച്ചിട്ട് അതിന്റെ നമ്മുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇടുക, അല്ലാതെ ഇതേപോലെ കൊണ്ടിടാറില്ല. അതേപോലെ ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, ക്രെഡിറ്റ് ടു ദി ഒറിജിനൽ ക്രിയേറ്റേഴ്സ്. അമ്മച്ചി, ആർക്കാ കൊടുത്തു നീ? ഒന്നും പറയിപ്പിക്കണ്ട കേട്ടോ. ഇഫ് യു ആർ ദി ഓണേഴ്സ് ഓഫ് എനി ക്ലിപ്പ് ആൻഡ് വുഡ് ലൈക്ക് ടു റിമൂവ്, നിങ്ങളാണ് ഇതിന്റെ ഓണർ എങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് തരുന്നതിന് മുന്നേ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ചെയ്തോളാന്നാ പറയുന്നത്. എന്നിട്ട് താങ്കൾ
ഒരു മൊബൈൽ നമ്പറോ ഒരു ഇമെയിൽ ID അങ്ങനെ എന്തെങ്കിലും വെക്കണ്ടേ? അങ്ങനെ ഒരു സാധനം വെച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങളെ കണ്ടെത്തുക? വല്ലാത്തൊരു ഉളുപ്പില്ലാത്ത പരിപാടി. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോ ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. എടാ 2 ലക്ഷം 20 ലക്ഷം ഒക്കെ ആയിട്ട് അനിമോളുടെ വീഡിയോസാ, പിന്നെ അഹാന കൃഷ്ണയുടെ ഫാമിലി വീഡിയോസും ഫോട്ടോസും ഒക്കെ അതേപോലെ കിടക്കുന്നടാ. ഇവർക്കൊന്നും ഉളുപ്പില്ല എന്നാ ചോദിക്കാനുള്ളത്. പിന്നെ സ്റ്റോറിൽ സെയിലും നടക്കുന്നുണ്ടല്ലേ, അതായത് മോണിറ്റൈസേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. ചേച്ചി അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട, അതൊന്നും അധികം ഓടൂല, അതൊക്കെ പൊട്ടിക്കേണ്ട ആൾക്കാർ പൊട്ടിച്ച് തന്നോളും കേട്ടാ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിമോളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഞങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തതാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോ ഞങ്ങൾ ഏറെ സമയം, പരിശ്രമം, ചിലവ് എന്നിവ നടത്തി തയ്യാറാക്കിയ സ്വന്തം കണ്ടന്റ് ആണ്. അവരുടെ ആ വീഡിയോക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് വ്യൂ കിട്ടിയ ആ വീഡിയോസ് അതേപോലെ ഒരു ഉളുപ്പില്ലാതെ കട്ടുകൊണ്ടേ അപ്പുറത്ത് ഇട്ടിരിക്കുകയാണേ. ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ ആളുകൾ, അതേപോലെ വീഡിയോ എടുക്കാൻ ആളുകളൊക്കെ കൃത്യമായി ഫണ്ട് കൊടുത്ത് ചെയ്യിച്ചൊരു കാര്യമാണ്. ഒരുപാട് ആളുകളെ വിളിച്ച് നടത്തിയൊരു കല്യാണം, ചെറിയൊരു കല്യാണം. ആ കല്യാണം പരമാവധി അവർക്ക് ഫണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ പോയാലും ഇത്ര ദിവസത്തെ വീഡിയോസിൽ ഒരു 8-9 ലക്ഷം അല്ലെങ്കിൽ 10-15 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഏകദേശം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞങ്ങളുടെ അനുമതി ഇല്ലാതെ വീഡിയോ എടുത്ത് സോങ് മാറ്റി നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. അതിനാൽ ദയവായി ആ വീഡിയോ എത്രയും വേഗം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് സൗഹൃദപരമായ ഒരു അഭ്യർത്ഥനയായി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. നിങ്ങൾ ദയവ് ചെയ്തിട്ട് അങ്ങനെ സഹകരിക്കാനൊന്നും നിൽക്കണ്ട. അതിനെല്ലാവരും വരിക്കാണ്ട് കോപ്പിറൈറ്റ് കൊടുക്കുക. അതാ ചെയ്യാൻ പറ്റുള്ളൂ, അതാ ചെയ്യേണ്ടത്. റീയൂസ്ഡ് കണ്ടന്റ് വന്ന ആ ചാനൽ പൂട്ടിപ്പോവും. ബോധം പറഞ്ഞ സാധനം വേണ്ടേ? ദിയാകൃഷ്ണ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ വീഡിയോസും കൊണ്ടുപോയിട്ടിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് കോപ്പിറൈറ്റ് കൊടുക്കുക. റീയൂസ്ഡ് കണ്ടന്റിനാണ്ട് പണി കിട്ടിക്കോളും. അത് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഇത്ര പൈസ കൊടുത്ത് ചെയ്യുന്ന വീഡിയോസ് ആണ്. അനിമോളൊക്കെ എത്ര പൈസ കൊടുത്ത് ചെയ്ത വീഡിയോ ആയിരിക്കും? ഇനി ഞാൻ അതിന്റെ ഒരു കണക്ക് പറഞ്ഞുതരാം. ഏകദേശം 5 ദിവസം മുമ്പിട്ട വീഡിയോസിന് തന്നെ 5.5 ലക്ഷം, 8 ലക്ഷം, 11 ലക്ഷം, 2.5 ലക്ഷം, 7.5 ലക്ഷം അങ്ങനെ വ്യൂ കിടക്കുന്ന ഇഷ്ടം പോലെ വ്യൂ ആണ്. 3.5 ലക്ഷം, 4.5 ലക്ഷം, 19 ലക്ഷം വ്യൂ, 8.8, 9 ലക്ഷം. എല്ലാത്തിനും അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഇന്നിട്ട വീഡിയോ ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് 3000 ചില്ലറ വ്യൂ ഉള്ളൂ, പക്ഷെ 10 ലക്ഷങ്ങളായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ അനിമോളുടെ വീഡിയോസ് ഒക്കെ അത്യാവശ്യം ലക്ഷക്കണക്കിന് വ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം RPM ഒരു 30-70 എന്ന ഒരു ഇടത്തരം റേഞ്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് 19 ലക്ഷം വ്യൂ വന്ന വീഡിയോ ആണ് ഏറ്റവും റീച്ച് ഉള്ള വീഡിയോ അല്ലെ. അതിന് ഏകദേശം 1,33,000 രൂപ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാധ്യത മാത്രം ഞാൻ പറയുന്നത്, ആ വീഡിയോ ഒക്കെ അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ്. അപ്പൊ ലെങ്തി വീഡിയോസിന് കൂടുതൽ RPM കിട്ടുകയും കൂടുതൽ എമൗണ്ട് വരാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ 11 ലക്ഷം വ്യൂ ഉള്ളതിന് 77,000 എങ്കിലും കിട്ടും. ഒരു വീടിന്റെ കാര്യമായിട്ടാ പറയുന്നത്. 9.8 ലക്ഷം വ്യൂ വരുന്നത് 68,000 ചില്ലറ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 8.8 അതിന് 61,600 രൂപ വരെ കിട്ടും. 8 ലക്ഷം വ്യൂ വരുന്നതിന് 56,000 വരെ കിട്ടാം. 7,03,000 വ്യൂ വരുന്ന ഒരു വീഡിയോ ഉണ്ട്, അതിന് 51,100 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 5.5 ലക്ഷം അതിന് 38,500 വരെ കിട്ടാം. 4.7 ലക്ഷത്തിന് ഏകദേശം 32,900 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 4.1 അതിന് ഏകദേശം 28,700 വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം ഇതൊക്കെ കൂട്ടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കുറഞ്ഞൊരു എസ്റ്റിമേറ്റ് കണക്കുകയാണെങ്കിൽ 2.68 അത് 2.68 ലക്ഷം രൂപ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു ഇടത്തരമാണ് നോക്കണെന്ന് വെച്ചാൽ RPM ഒക്കെ ഒരു 50 രൂപ വെച്ചിട്ടാണ് RPM വെച്ച് വെച്ചാൽ 4.47 ലക്ഷം കിട്ടും. കൂടിയ എസ്റ്റിമേറ്റ് ആണെങ്കിൽ 6.26 ലക്ഷം വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് എല്ലാം കൂടി ഏകദേശം 2.7 ലാക്ക് മുതൽ 6.3 ലാക്ക് വരെ യൂട്യൂബ് പരസ്യ വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് മാത്രമൊന്നല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്താവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ചിലപ്പോൾ നമ്മളെ കണക്ക് കൂട്ടലേ തെറ്റും. കാരണം വ്യൂ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപയാണ് വരിക എന്നുള്ളതിന്റെ ഒരു കണക്ക് കിട്ടുക. 2 ദിവസത്തിനുള്ളിൽ ഏകദേശം ക്ലിയർ ആയിട്ടുള്ളൊരു ഇത് കിട്ടും. പക്ഷേ അനിമോളുടെ വീഡിയോ ആയതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞാലും വീണ്ടും അതിന്റെ RPM കൂടുതലായിരിക്കും. അത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ പോയാലും ഇപ്പൊ ഇത്ര ചെയ്ത വീഡിയോസിന്റെ 15 ലക്ഷം രൂപയൊക്കെ ഒരു മാസത്തിനുള്ളിൽ കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതാണ്. അപ്പൊ ചെലവ് ചുരുക്കി നടത്തിയൊരു കല്യാണത്തിന് അവർക്ക് വരുമാനം കിട്ടുന്ന ഒരു രീതിയും കൂടി അവർ ചെയ്തു. അത് നല്ലൊരു കാര്യമാണ് അല്ലെ. മറ്റുള്ള ആളുകളൊന്നും വിളിക്കാതെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ തന്നെ അത് ഭയങ്കര ബ്രില്യന്റ് വർക്കാണോടോ. അത് കഴിഞ്ഞ് അഹാന കൃഷ്ണയോട് ബിഗ് ബോസ് സമയത്ത് എങ്ങാനും ചോദിച്ച ചോദ്യമാണ്. ഞാനത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, അതൊന്ന് കാണാം.
ചേച്ചി അടിയിൽ പറഞ്ഞ മൂവിയിലുണ്ടായിരുന്നു കുറെ പൂച്ചകളൊക്കെ ചേച്ചിയില്ലേ എനിക്കറിയാവുന്ന അനുഭവം എന്ന് പറയുന്ന ചേച്ചിയുണ്ട് ആ ചേച്ചി ഓക്കെ, അനുമോളേനൊന്നും അറിയില്ല, എന്താ ചെയ്യാ, അനുമോളൊക്കെ ആരാ? എന്തായാലും കൊള്ളാം, അനുമോൾ ആരാന്ന് അറിയില്ല പോലും. ഇനി എല്ലാവർക്കും ഒരു സംശയം, ഹൈപ്പ് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഈ ഹൈപ്പ് എങ്ങനെ ചെയ്യാന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും, ഞാൻ അനുമോളുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ സൈഡിൽ കണ്ടല്ലോ, നമ്മൾ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കാതെ തന്നെ മുകളിൽ 3 ഡോട്ട് കാണാം. ആ ഡോട്ട് ഒന്ന് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഹൈപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനം ഞെക്കി കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ 3 തവണ എങ്ങാനും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കണ്ടിട്ടുള്ളത്. അത് നിങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഇനി വേണ്ടത് എന്താ, പാട്ടല്ലേ, പാടാം. എന്നാലും ജസ്റ്റ് ഒരു ട്രൈ. രാവിൽ പൂനിലാവിൽ പീലി നീർത്തും പുല്ലുപായിൽ പൊന്നിൻ നൂലുപോലെ നീയുറങ്ങും നേരമെങ്ങും മനസ്സിലെ താലത്തിൽ ഒരു നുള്ളു കർപ്പൂരം തിളയ്ക്കുന്ന തീക്കുരുന്നേ നിന്നെ അന്നും ഇന്നും തൊട്ടേയില്ല ഞാൻ, മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, അകലെ കൊഴുകുന്ന പുഴയാ നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു വെറുതെ, മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. അപ്പൊ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ്.